പക്ഷെ അതിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനും അത് മനസ്സിലാകാനായിട്ട് എന്തുകൊണ്ടാണ് അറിയത്തില്ല. എന്തായാലും ആ കുടിയാണ് പ്രശ്നം. എൻ്റെ അടുത്ത് പറയും, നീ പോയിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചോ. അപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ ഞാൻ ആരും പോകത്തില്ല, ബിക്കോസ് കല്യാണം എന്താണെന്ന് മനസ്സിലായില്ല. ഇനി എന്തിനാ കല്യാണം, കഴിച്ച് ജീവിക്കും എന്നുള്ളതൊരു വാശിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കഴിച്ച് ജീവിച്ചോളൂ, ഞാൻ മക്കളായിട്ട് ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നു. എല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്, എല്ലാം അഡ്ജസ്റ്റ്മെന്റ്. ജോർജേട്ടൻ വന്നിട്ട് ബാക്കിന്ന് പറയുന്നേ സുമ നിൽക്കുന്നു പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഞാൻ ചക്ക സുഖമായിട്ടിരിക്കുന്നു, കുറച്ച് നേരം സംസാരിക്കും. ഞാൻ പറഞ്ഞ അത് ഹസ്ബൻഡാണ്, വാ ലല്ലു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയെ നോക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. മമ്മൂട്ടി സാറിന് ഏകദേശം മനസ്സിലായി അദ്ദേഹം കുറച്ച് റിസർവ്ഡ് ആണ്. അല്ലെങ്കിൽ ഫുഡിന്റെ അടുത്ത് നിന്ന് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന എന്താ, ഫുഡിന്റെ അടുത്ത് ആരെ കണ്ടാലും എണീക്കേണ്ടാന്ന്. അപ്പം അതുകൊണ്ടായിരിക്കണം, നോ പ്രോബ്ലം. കുട്ടി ഹസ്ബൻഡിനെയും കണ്ട ആൾക്കാർ വെച്ചോട്ടോ, ഒരുപാട് പേര് കണ്ണ് വെച്ച്, നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് കണ്ണ് വെച്ചോ, അതുകൊണ്ട് ഒരുപാട് ഫോട്ടോ ഇടല്ലേ ഏട്ടാ, ദയവ് ചെയ്ത് ഫോട്ടോസ് ഒന്ന് കുറയ്ക്കണം. ഒന്ന് ചേച്ചി കണ്ണ് വെച്ചാലും വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച പുള്ളി വരും, അപ്പൊ ഫോട്ടോസ് ഇടുന്നുണ്ട്. അതെയോ, വരുന്നുണ്ടോ, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലേ? ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ, അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ. ഫോട്ടോസ് ഇടാത്തത് അദ്ദേഹം ബിസിനസ് ട്രിപ്പ് പോയിരിക്കുക, അതുകൊണ്ട് ഫോട്ടോസ് ഇടാൻ പറ്റാത്തത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടോ? എല്ലാവരോടും ഞാൻ സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. ഇപ്പൊ കണ്ടാലും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, സംസാരിക്കും. പക്ഷെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഞാൻ ആരായിട്ടും ഫ്രണ്ട്ഷിപ്പ് ചെയ്തിട്ടില്ല. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ എനിക്ക് ആരോടും വഴക്കുമില്ല. ആരോടും ഇപ്പൊ ഞാൻ അന്ന് തന്നെ ഇങ്ങനെ ഗ്യാങ് ആയിട്ടിരുന്ന് സംസാരിക്കാൻ, ഒരു നമ്മൾ യാത്രയ്ക്ക് പോകാൻ എൻ്റെ മമ്മി അങ്ങനെ ഒന്നും വിട്ടിട്ടില്ല. ഒരു കാര്യത്തിന് മമ്മി ഇങ്ങനെ എന്താ പറയണ, ഇന്നിപ്പോ കാലഘട്ടത്തിൽ ഇന്നത്തെ പെൺപിള്ളേരെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകാൻ, അങ്ങനെ ഒന്നും മമ്മി എന്നെ വിട്ടിട്ടില്ല. മമ്മി പറഞ്ഞ് അതൊന്നും പോകണ്ട, അങ്ങനൊന്നും ശരിയാകത്തില്ല, ഇവിടെ നിന്നാൽ മതി. ഞാൻ അതിന് യെസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈവൻ ദോ എറണാകുളത്ത് പണ്ട് ഡിസ്കോത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഇനോഗ്രേഷൻ മലബാർ ഹോട്ടലിൽ ഞാനാണ് ഫസ്റ്റ് നടത്തിയത്. ആ ഡിസ്കോയ്ക്ക് വന്ന ഏറ്റവും വലിയ കാശുകാരനായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ലവ് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലവ് യു പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മമ്മി കൂടെ ഇരിക്കുകയല്ലേ, ഒരു ലവ് നടക്കത്തില്ല. ഇന്ന് പിന്നെ അദ്ദേഹത്തിന് ഇടക്കിടക്ക് കാണാറുണ്ടെങ്കിലും അദ്ദേഹം നോക്കും, ഞാനും നോക്കും. അവർക്ക് മക്കളുണ്ട്, മക്കളുണ്ട്, അല്ലാതെ എന്ത് പറയാന്. ഇല്ല, മലബാർ ഹോട്ടലിൽ പണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ് ഇനോഗ്രേഷൻ. അപ്പൊ ഡിസ്കോയ്ക്ക് വന്ന 2 പയ്യന്മാര് തമ്മിൽ ഇടിയായി, എന്ന് വെച്ചാൽ എന്റെ കൂടെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മമ്മി നടക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഇടി. അത് സമ്മതിച്ചില്ല. മമ്മിയുടെ കണ്ണ് വെട്ടിച്ച് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പോകണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഡിസ്കോയ്ക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഇനോഗ്രേഷൻ ചെയ്തെന്ന് മാത്രമല്ല, പിന്നെ ആ ഡിസ്കോയുടെ ഏരിയക്ക് പോയിട്ടില്ല. പിന്നെ ഏതൊക്കെയോ ഹോട്ടൽസിൽ ഡിസ്കോ ഒക്കെ. പക്ഷെ അങ്ങനെ ഒന്നും മമ്മി എന്നെ വിട്ടിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് ഡിസ്കോയ്ക്ക് പോവാനോ അല്ല നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനോ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. അതൊരു പക്ഷേ ഫ്രണ്ട് സർക്കിളൊക്കെ കുറവല്ലായിരുന്നു, എല്ലാവരായിട്ടും ഒന്ന് ഒരു ഹൈ ബൈ റിലേഷൻ അല്ലേ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും മമ്മി പറയുന്ന അനുസരിച്ച് മമ്മിയുടെ കൂടെ അവിടെ അങ്ങ് നിന്ന് അങ്ങനെ അങ്ങ് ആയി പോയത്, മറ്റേ ലൈഫിലേക്ക് ഒന്നും പോവാണ്ട്. ഇപ്പൊ ഞാൻ മമ്മി ഇപ്പൊ എനിക്ക് നേരത്തെ വരട്ടാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രായപ്പോ മമ്മിയുടെ അടുത്ത്, മമ്മി കാരണമാണ് മമ്മി എന്റെ ലൈഫിൽ ഒരാളെ പ്രേമിക്കാൻ പറ്റിയില്ല, ഡിസ്കോത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനി വേണം പിള്ളേരായിട്ട് വേണം ഡിസ്കോ ചെയ്യാനായിട്ട്. അവര് ബോയ്സ് അല്ലേ, രണ്ടുപേരും വലുതായി അവരുടെ കൂടെ ഡിസ്കോ. ഇനിയിപ്പോ അപ്പൊ എന്ത് പറയുന്ന അറിയാം, മമ്മി എനിക്ക് 2 ഗേൾ ഫ്രണ്ട്സും ഉണ്ട്, അവരുടെ കൂടെ ഞങ്ങൾ കൂടെ വേണമെങ്കിൽ ഡിസ്കോ. എന്തായാലും കുഴപ്പമില്ല, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നത് അല്ലേ, ശരിയല്ലേ? ഫാമിലിക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തു, മമ്മിക്ക് വേണ്ടി സാക്രിഫൈസ്, മക്കൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി സാക്രിഫൈസ്, മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ സെൽഫിനെ നമ്മൾ തൃപ്തിപ്പെടുത്താനായിട്ട്, അല്ലെ നമുക്കൊരാഗ്രഹം, എനിക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിട്ടില്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്, എന്റെ ആഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണത്? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രയാണ്. അപ്പൊ യാത്രകൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ 50ാമത്തെ വയസ്സിൽ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ മറ്റേ ദുബായിൽ ചാടത്തില്ലേ, അതിന് എനിക്ക് 50 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ചാടണം എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ല. കുട്ടികളെയും കൊണ്ട് റൂമിൽ കൊണ്ട് ദുബായ് ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ നേരെ എൻ്റെ മെയ്ഡ് കൂടെ ഉണ്ടായിരുന്നു, മെയ്ഡിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ രാവിലെ 6:30 ഞാൻ പോയി ചാടാനായിട്ട് അത് ചാടി. അപ്പൊ എന്റെ ആഗ്രഹം ചാടിയപ്പോഴത്തേക്കും സന്തോഷമായി. അപ്പൊ 50ാമത്തെ വയസ്സിൽ ഞാൻ ഹെൽത്തി ആണെന്നുള്ളത് എന്റെ മനസ്സ്. പക്ഷെ ഇറങ്ങി ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ കാലിടിച്ചു. മുട്ടിടിച്ചാണോ വീട്? കാല് പൊക്കാൻ പറയുമല്ലോ,
പൊക്കാൻ പറയുമ്പോ ഇട്ടത് ഷൂസ് പുതിയതായിരുന്നു, അപ്പൊ കാല് പൊക്കാൻ പറ്റിയില്ല, അപ്പൊ വിരൽ ഇടിച്ചുകൊണ്ട് അന്നത്തെ വേദന എനിക്കിപ്പോഴും ഉണ്ട്. 3 years ആയി, എന്നാലും 50th ബർത്ത്ഡേ ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അതെ, സ്കൈ ഡൈവ് ഇൻ ദുബായ്. മനസ്സിലായി. പിന്നീട് എന്തൊക്കെയാണ്? പിന്നെ അണ്ടർവാട്ടർ പോകണമെന്ന് ആഗ്രഹമാണ്. ഇങ്ങനെയുള്ള എന്താ പറയണ കുറച്ചൊരു എന്താ പറയണ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇനിയിപ്പോ അടുത്ത നേപ്പാളിൽ പോയിട്ട് ഒരു പാരാസൈക്ലിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ബഞ്ചി ജമ്പിങ്, അങ്ങനെ ചെയ്യും. ചാടിക്കഴിഞ്ഞാൽ അവിടെ എവിടേക്ക് ഇടിക്കും. ഇടിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ഡോക്ടർ ഇന്നിപ്പോ എവിടെ പോയി ഇടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അഡ്വഞ്ചറസ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടം. ഇപ്പൊ അതൊക്കെ കാർ ഓടിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ വേറെ പ്ലാനിങ്ങിനെ ഉണ്ട്, ഒരു ലോങ് ഡ്രൈവ് വിത്ത് മക്കളായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുള്ളത്. ഓക്കെ. ഇതിനിടയിൽ മലയാള സിനിമയിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കുറെ ചെയ്തിരുന്നതിനിടയിലല്ലേ രജനീകാന്ത് അദ്ദേഹത്തിന്റെ മൂവിയിലേക്ക് പോവുകയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. എന്നിട്ട് പേര് തന്നെ എന്തോ മാറ്റി, രജനി ശ്രീന്നോ അല്ലേ? രജനി ശ്രീ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പിന്നിലത്തെ കഥകൾ എന്തൊക്കെയാ? അത് മുത്തു എന്ന് പറഞ്ഞ ഫിലിമിൽ വേണ്ടിയിട്ടാണ്, മുത്തുവല്ല വീര എന്ന് പറഞ്ഞ പടത്തിലാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് പഞ്ചു അരുണാചലം സാറ്, അറിയാവോ, കേട്ടിട്ടുണ്ട്? പഞ്ചു അരുണാചലം പുള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ സുബു പഞ്ചു എന്ന് പറഞ്ഞ മറ്റേ ഡെയ്സി എന്നൊക്കെ പറഞ്ഞ ഫിലിമില്ലേ, ഡെയ്സിയിലെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ബോംബ് എന്നൊക്കെ പറഞ്ഞ പയ്യൻ, ആ പയ്യൻ അതിലുള്ളത്. അത് പഞ്ചു സാറിന്റെ മകനാണത്. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയി. അങ്ങനെ പഞ്ചു സാർ വിളിച്ചു, രജനി സാർ വന്നു, ഫാൽബോ ഒക്കെ കണ്ട് ഓക്കെ പറഞ്ഞ് അങ്ങനെ അഭിനയിക്കാനുള്ള കാര്യത്തിന് വന്നപ്പോഴത്തേക്കും KS രവികുമാർ പിന്നെ പറഞ്ഞു, മന്നന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ആദ്യം ഞാൻ കാണുന്നത്. അപ്പൊ പറഞ്ഞു കുഷ്ബു പോലെ ഇരിക്കുന്ന പെണ്ണല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോസ് കാണുമ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു കുഷ്ബുമാർ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മന്നന്റെ ഇടയിൽ കണ്ട കാരണം ഞാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് മൈസൂർ വെച്ചിട്ടാണ്. മൈസൂർ വെച്ച് കാണുമ്പോഴത്തേക്കും അദ്ദേഹം മുത്തൂല് തന്നെ പറയുന്നു. അപ്പോൾ മുത്തൂല് ഓൾറെഡി അദ്ദേഹം പറയുന്ന സമയത്ത് KS രവികുമാർ നമ്മുടെ അവിടുത്തെ മാലാ സിൻഹ എന്ന് പറഞ്ഞ കന്നഡത്തിലെ ആക്ട്രസ് ഉണ്ട്, അവരുടെ സിസ്റ്ററിനെ ഓൾറെഡി പറഞ്ഞു പോയി. ജെന്റിൽമാനിലൊക്കെ ഒരു പെണ്ണ് അഭിനയിച്ചില്ല സെക്കൻഡ് ആയിട്ട്. അപ്പൊ ആ പെണ്ണ് ഡയറക്ടർ ഫിക്സ് ചെയ്ത് പോയി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇങ്ങനെ ഒരു പെണ്ണെ ഫിക്സ് ചെയ്ത് പോയി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ പാക്കരുതൊക്കെ കുടുംബ പാങ്കാണ് പെണ്ണാണ്, ഞാൻ കണ്ട കുടുംബ പാങ്കാന പെണ്ണായിട്ട് ഇങ്ങനെ മോശമായിട്ടൊന്നും കാണിക്കാനായിട്ടൊന്നും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ അടുത്ത ഫിലിമിന് പറയാന്ന് പറഞ്ഞു. അങ്ങനെ പോന്നു. പിന്നെ ഇവിടെ വന്ന് സീരിയലിൽ ജോയിൻ ചെയ്തോണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. ഇതിനിടയിൽ ചേച്ചി എപ്പോഴും ബാലേന്ദ്ര മേനൻ അദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ ഒരു മോഹം ടെക്നിക്കൽ സൈഡിലേക്ക്, ഈ ആക്ടിങ് വിട്ടിട്ട് ടെക്നിക്കൽ സൈഡിലേക്കുള്ള ഒരു അട്രാക്ഷനോ മോഹോ അതൊക്കെ എങ്ങനെയാ വന്നത്? ടെക്നിക്കൽ സൈഡിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ ഇപ്പൊ പറയുന്നില്ലേ ഈ കുറച്ചു നേരം ടോക്കറ്റീവ് ആണെന്നുള്ളത്. ഞാൻ ഓക്കെ ആണെങ്കിൽ ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടത്തില്ല, സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ മേനോൻ സാറിന്റെ റൂമിൽ ചെന്ന് വർത്താനം പറയാൻ തുടങ്ങിയപ്പോ മേനോൻ സാർ അത് ഇതൊക്കെ എടുക്കാനൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ ചാടി പിടിച്ച് എടുത്തു കൊടുക്കുന്നു. നീ എന്തുകൊണ്ട് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നുകൂടാന്ന് ചോദിച്ചു. ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്മാർട്ട്നെസ് കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നീ ഭയങ്കര സ്മാർട്ടാണ്, നീ അസിസ്റ്റന്റ് ആയിട്ട് ആകാൻ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലേഡി അസിസ്റ്റന്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മർ ഇൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ടായിരുന്നു. അപ്പൊ അമേരിക്ക ചെല്ലാനായിട്ട് ആരും അസിസ്റ്റ് ചെയ്യുന്നില്ല. അന്ന് നമ്മുടെ ജയനില്ലേ, ആലപ്പി ജയൻ, ചേർത്തല ജയൻ അഭിനയിക്കുന്നുണ്ട്. ജയൻ അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, ഞാനും കുറച്ച് സഹായിക്കുമായിരുന്നു. അന്ന് ഷാജീവ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം വന്നിട്ട് ഒരു ഇതാണ് നമ്മുടെ എന്താ പറയുക ആർട്ട് ഡയറക്ടർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സീരിയലിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്, അതുപോലെ അസിസ്റ്റന്റ് ചെയ്തു. ആ സീരിയലിന് വേണ്ടിട്ട് അമേരിക്കയിലായിരുന്നു ഷൂട്ട്. അതിനാണോ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഇവിടെ 6.5 കിലോ അരിയും കൊണ്ട് ഫ്ലൈറ്റിൽ കേട്ടത്. ഇപ്പൊ അത് വീണ്ടും റീടെലികാസ്റ്റ് ആയി. ഇപ്പൊ അടുത്ത് ആണോ വീണ്ടും റീടെലികാസ്റ്റ് ആയി. അതിപ്പോ യൂട്യൂബ് ചാനലിലുണ്ട്, സമ്മർ ഇൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഇന്റർവ്യൂയുടെ കാര്യം പറഞ്ഞ ശേഷമാണ് വന്നേന്ന് തോന്നുന്നു. ഇപ്പൊ പക്ഷെ ആ സുഭാഷ് ജയറാമിനെ ഈ സുഭാഷ് ജയറാമിനെ കണ്ടത് ഞാൻ തന്നെ നെട്ടിപ്പോകും. അന്ന് ഞാൻ ബോള് പോലെയായിരുന്നു. അങ്ങനെ അമേരിക്കയിൽ പോയി ആ സീരിയൽ ചെയ്തു വന്നു. അതെ, അത് നല്ലൊരു
എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അമേരിക്ക കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണമെന്ന് വിചാരിച്ച് വിസ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഹസ്ബൻഡും എടുത്ത് വെച്ചിട്ടുണ്ട്. പോകാൻ പറ്റിയില്ല, നെക്സ്റ്റ് ഇയർ അത് തീരും. അതിനുള്ളിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ബേബീസിനെ ഇട്ടിട്ട് എങ്ങനെ ഞാൻ പോവും? ഇല്ല, അവര് രാത്രിയാകുമ്പോ അവര് മമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പറയും ഞാൻ പോവട്ടാന്ന് പറയും. കുറച്ചു നേരം ഞാൻ തന്നെ ആലോചിക്കും, ഫിലിമിന് പോയിട്ട് വന്ന് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു മൈൻഡായി. പിള്ളേരെ ഇട്ടിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടായി. അവരെയും കൂടെ കൊണ്ടുപോയാൽ സന്തോഷം. പക്ഷെ അവർക്ക് വിസ ഉടനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാ പിന്നെ ആ ടെക്നിക്കൽ സൈഡ് പിന്നെ കണ്ടിന്യൂ ചെയ്യാതെ വിട്ടത്? ടെക്നിക്കൽ സൈഡ് കണ്ടിന്യൂ ചെയ്യാതെ വിട്ടത് വേറെ ഒന്നുമല്ല. അന്നത്തെ കാലത്ത് നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഫസ്റ്റ് ആ ഫിലിമിൽ ആയെങ്കിലും ഭയങ്കര ഒരു നെഗറ്റീവ് അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് എതിരായിരുന്നു. നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോഴായിക്കോട്ടെ, നമ്മൾ വിളിക്കാൻ ചെന്നിട്ട് നമ്മൾ സാറേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ലേഡി ആർട്ടിസ്റ്റുകൾ ഉടനെ പറയും, ഓ സുമാ ജയറാമൻ വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവർക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ മാത്രമായിരുന്നു അന്ന് ആ ഒരു ഇതിൽ. പക്ഷെ വിളിക്കാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതും ഒരു മടുപ്പായി. എവിടുന്നും ഇങ്ങനെ ഒരു നോ കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വിഷമം വരും. ബിക്കോസ് നമ്മൾ സിൻസിയർ ആയിട്ടായിരിക്കും നമ്മൾ നിൽക്കുക. അതല്ല അവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ആരെയും വരെ ഹേർട്ട് ചെയ്യാനല്ല. സാർ വിളിക്കുന്നു, അല്ലെ മേനോൻ സാർ വിളിക്കുന്നു, മാം ചേച്ചി വരൂ എന്ന് പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മളൊരു ഇൻസൾട്ട് ചെയ്ത് പറയുന്നു. അപ്പൊ തിരിച്ചു വന്നിട്ട് അവളാരാ നമ്മളെ പഠിപ്പിക്കാൻ എന്ന് അന്നത്തെ കാലത്ത് ആൾക്കാരത് പറയുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. നമ്മൾ അത്രയും ദിവസം നമ്മൾ എല്ലാവരും കോ ആർട്ടിസ്റ്റ് ആയിട്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് നമ്മളോട് അങ്ങനെ റിയാക്ട് ചെയ്ത് പറയുമ്പോൾ ഒരു വിഷമം. അപ്പൊ ഞാൻ പിന്നെ ബാക്ക്വേർഡ് വേണ്ട അപ്പൊ അതും വേണ്ട എന്ന് വിചാരിച്ചു. അതും വിട്ട് അങ്ങനെ ഇതെല്ലാം വിട്ടിട്ടാണ് ലാസ്റ്റ് സീരിയൽ എന്നും പറഞ്ഞ രീതിയിലേക്ക് അങ്ങ് ഒതുങ്ങാം എന്ന് വിചാരിച്ചത് അല്ലേ? അതെ അതെ. പിന്നെ അവിടെ നിന്നും കസ്തൂരിമാൻ എന്നുള്ള സിനിമയും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ ചേച്ചി സീരിയൽ തന്നെ കുറച്ച് നാൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സീരിയൽസ് കുറെ ചെയ്തു. അപ്പൊ അതിനുശേഷം ചേച്ചി തന്നെയാണോ ഇനി ഞാൻ എന്നാ ലൈഫിൽ സെറ്റിൽ ആവാം, അമ്മ എന്നാ കല്യാണം എന്നാ നോക്കിക്കോളൂ, അതോ അമ്മയുടെ ഒന്നും പറഞ്ഞില്ല? വീട്ടിൽ ഞാൻ നോക്കിക്കോളുന്നേ വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ ഹാപ്പി ആയിട്ട് ചിക്കനൊക്കെ കഴിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ബോള് പോലെ ഇങ്ങനെ. അപ്പൊ എൻ്റെ ഫ്രണ്ടായ ഡോക്ടർ, ഞങ്ങളുടെ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ താമസമായിരുന്നു. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ എപ്പോഴും ടി വിയും കണ്ടുകൊണ്ട് സമയം കളഞ്ഞോണ്ടിരിക്കല്ലേ, നടക്കാൻ നോക്ക്. നിന്റെ വണ്ണം ആദ്യം കുറയ്ക്കുക, അല്ലെങ്കിൽ വെച്ചാൽ ഒബിസിറ്റി വന്ന് നിനക്ക് പ്രോബ്ലം വരും. അങ്ങനെ പുള്ളിക്കാരത്തി വിളിച്ച് നടക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ നടന്ന് ഞങ്ങൾ ഒന്നര വർഷത്തോളം നടന്നു. അപ്പൊ അതിന്റെ ഇടയിൽ പ്രപ്പോസൽ വന്നു. അങ്ങനെ പ്രപ്പോസൽ അന്വേഷിച്ച് വന്ന് അങ്ങനെ ആണ്. ഫസ്റ്റ് പ്രപ്പോസൽ ആയിരുന്നോ? ഫസ്റ്റ് പ്രപ്പോസൽ അല്ല, അതിന്റെ ഇടയിൽ കൂടെ മമ്മി ഒന്ന് രണ്ട് പത്രം വഴിയൊക്കെ നോക്കുവാണെങ്കിലും പയ്യന്മാര് വന്നെങ്കിലും ഈ പറയുന്ന പോലെ പൊക്കം ഉണ്ടാകണം. എന്റെ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പൊക്കം ഉണ്ടാകണം, അതുണ്ടാകണം. എന്തൊക്കെയായിരുന്നു ചേച്ചിയുടെ ഡിമാൻഡ്സ്? കേക്കട്ടെ. പൊക്കം ഉണ്ടാവണം, കട്ടി മീശയായിരിക്കണം, പിന്നെ പിന്നെ 5 ഹോട്ടൽ ഉണ്ടാകണം. ചുമ്മാ തള്ളിയതാണ് സത്യം. ഞാൻ 5 ഹോട്ടലുള്ള വ്യക്തിനെ കണ്ട് ചിന്തിച്ചിട്ട് പോലും, ഇദ്ദേഹത്തിനെ ആലോചിച്ചിട്ട് പോലുമില്ല. ചുമ്മാ വീട്ടിൽ നിന്ന് പറയും 5 ഹോട്ടലുണ്ടാകണം, വീടായിരിക്കണം, വീടിന് ചുറ്റിന് കല്ലായിരിക്കണം, ഇങ്ങനെ നമ്മൾ 5 കാറായിരിക്കണം. ഇതൊക്കെ നമ്മൾ ചുമ്മാ പറയുന്നതാണ്. പക്ഷെ ഇതെല്ലാം ദൈവം കേട്ട്, അതെ, യൂണിവേഴ്സ് ഇത് കേട്ട് അതെ ദൈവം കൊണ്ടുവന്ന് തന്നു. അങ്ങനെ തന്നെയുള്ള ഒരാള്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ചില പിടിവാശിയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നിമിഷം വരെ പോകുന്നത് കേട്ടോ. ഇപ്പൊ അല്ലെങ്കിൽ ഞങ്ങള് തമ്മിൽ എപ്പോഴേ ഇടിപിടിച്ച് പോയാനെ. അങ്ങനെ പിന്നെ ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രപ്പോസൽ വന്നു. അറേഞ്ച്ഡ്, ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു. ഓക്കെ. അപ്പം ലൈഫിലേക്ക് എൻ്റർ ചെയ്തപ്പം ഈ ഒരു ഇത്ര നാളും ചേച്ചി വർക്ക് ചെയ്ത് എത്രയോ ഇയേഴ്സ് അന്നേരത്തേക്ക് വർക്ക് ചെയ്ത് അതിൽ നിന്നെല്ലാം ആ ഒരു ലോകത്തോട് ഒരു നോ പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഹൗസ് വൈഫ് എന്നുള്ള രീതിയിലേക്ക് ചെറുപ്പത്തിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഏത് പ്രൊഫഷൻ ആയാലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹൗസ് വൈഫ് ആയിരിക്കും എന്നാണുള്ളത്. അത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചാൽ അതാരെ കല്യാണം കഴിച്ചാലും, ഇപ്പൊ സിനിമയിൽ ഉള്ള വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് ഇനിയിപ്പോൾ ആരെങ്കിലും ഡോക്ടേഴ്സ് ആയിക്കോട്ടെ. പിന്നെ എനിക്ക് കുറച്ച് നാൾ ഫോറിനറിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഏത് രാജ്യത്ത് പോയി? ഏത് രാജ്യത്ത് പോയിരുന്നല്ല, 2-3 ഫോറിനേഴ്സിനെ ഞാൻ വീട്ടിൽ വരുത്തിച്ചായിരുന്നു. അപ്പോഴൊക്കെ ഫോറിനേഴ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നീയും അയാൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ എന്തിട്ട് ഇടയിരിക്കും? ഞാൻ പറഞ്ഞു, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് നിന്നെ പിടിച്ചത്.
അപ്പൊ നീ ഒരു എന്താ പറയണ ഒരു അപ്പിയറൻസ് അല്ലെ, നമ്മൾ ഒരാളെ കാണുന്ന വിധത്തിലാണ് നോക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമാണോ നോക്കുന്നത്. നമ്മുടെ പെരുമാറ്റം കാണുന്ന വിധത്തിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താ, ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ എന്റെ മനസ്സിൽ ഓക്കെ പറയും. എന്റെ മനസ്സിന് ഓക്കെ അല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എങ്ങനെ സംസാരിക്കും? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല പ്രപ്പോസലും മമ്മി കൊണ്ടുവന്നപ്പോഴും ഞാൻ ഇങ്ങനെ നോട്ടം നോക്കിയിട്ട് ഞാൻ പറയും, എനിക്ക് പറ്റാത്ത ആളെ മമ്മി പറഞ്ഞു വിട്ടേക്കാൻ അദ്ദേഹം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മമ്മിയുടെ അടുത്ത് സംസാരിച്ചിട്ട് മോളെ കാണാൻ പറ്റിയില്ല, മമ്മി പറയും ഇപ്പൊ ജിമ്മിന് പോയിരിക്കുക, അവിടെ പോയിരിക്കുക എങ്കിലും പറഞ്ഞ് മമ്മി വിടും. ഒരു മമ്മി പറയും കുഴപ്പമില്ലാത്ത പയ്യനായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇല്ല മമ്മി അതെനിക്ക് വേണ്ട, സെറ്റ് ആവൂല, അത് വേണ്ട. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേട്ടോ, ഫോറിനേഴ്സിനെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന്. വീട്ടിൽ 2-3 ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. ഈശ്വര, അതൊക്കെ എങ്ങനെയാ? അപ്പം അതെങ്ങനെയാ? അത് മാട്രിമോണിയിൽ ഈ ഫോറിൻ ഇതില് അന്ന് മനോരമയില് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോ കൊച്ചിന്ന് ആരോ 2-3 പേര് അങ്ങനെ വന്നിട്ടുണ്ട്. ഫോട്ടോ വെച്ച് വന്നിട്ട് അവര് അന്നത്തെ ആൾക്കാർ ആരോ പറഞ്ഞിട്ട് മമ്മിനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. 2-3 ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അത് സെറ്റ് ആയില്ല. അപ്പൊ ഇടയ്ക്ക് ഞാനിപ്പോ ഹസ്ബൻഡായിട്ട് ഭയങ്കര തല്ലുപിടുത്തമുണ്ട്. അപ്പൊ ഹസ്ബൻഡോട് ഞാൻ പറയും, ഞാൻ ഫസ്റ്റ് നൈറ്റ് വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടം നയൻതാരന്, എന്നാ എനിക്ക് ഇഷ്ടം സൽമാൻ ഖാൻ. ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ പറയും സൽമാൻ ഖാൻ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെക്കാട്ടി നല്ല ഫോറിനറിനെ കെട്ടിപ്പോയാനെ, നിനക്ക് കെട്ടിക്കൊണ്ട് പോവായിരുന്നില്ലേ? അദ്ദേഹം കോമഡി ആയിട്ട് പറയും. അദ്ദേഹം കോമഡി. ഇപ്പൊ ഞാൻ ചുമ്മാ കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ ഞാൻ പറയും, ഓ നയൻതാരനെ കിട്ടായിരുന്ന ആളല്ലേ. ഏത് നയൻതാര? ആര് നയൻതാര? കല്യാണം കഴിച്ച് വന്ന ഫസ്റ്റ് 1 മാസം കംപ്ലീറ്റ് നയൻതാരന്റെ പാട്ടായിരുന്നോ? അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. 1 മാസം കേൾക്കാൻ സംഭവിച്ചുള്ളൂ. 1 മാസം കേട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു നയൻതാരന്റെ CD ഇവിടെ ഉണ്ടായിരുന്നല്ലോ. CD എവിടെ? ചേച്ചി എല്ലായിടത്തും മാറ്റി ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഞാനൊന്നും ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇവള് ഭയങ്കര പ്രശ്നക്കാരിയാ, ഇനി നയൻതാരന്റെ പേരും പറഞ്ഞു. വെറുതെ എന്തിനാണ് പ്രശ്നമാക്കണത്? പാവം നയൻതാര ഇതൊന്നും അറിയുന്നില്ല. നയൻതാര എന്നെ പോലെ ഒന്നും കഷ്ടപ്പെടുത്തൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി തരും. നയൻതാര ഉണ്ടാക്കണ 4 ജോലിക്കാർ. അങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഈ ഒരു ലൈഫ് എന്താ പറയാ, ഇതായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം? ഹൗസ് വൈഫ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു 5 ഹോട്ടൽ, 5-ന് മേളിലുള്ള ഹോട്ടലൊക്കെ ഉള്ള ഒരാളെ കിട്ടി. പക്ഷെ എന്നാലും മറ്റേത് ഭയങ്കര ബിസി ആയിട്ട് ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്കും ട്രാവലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവിടെ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ആ ഒരു ഫ്രിക്ഷൻ അത് സെറ്റ് ആവുന്നില്ല എന്നോ അല്ലെങ്കിൽ മിസ് ചെയ്യോ? കല്യാണം കഴിച്ച ഫസ്റ്റ് വീക്കിൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ ഞാൻ സെറ്റ് ആവില്ല എന്ന്. കല്യാണം ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അറേഞ്ച് മാരേജ് അല്ലേ, ലവ് മാരേജ് അല്ലല്ലോ. ഒരാഴ്ച പോലും ഞങ്ങൾ കണ്ട് ഒന്ന് കൈക്ക് കോർത്ത് നടന്നിട്ടില്ല. കൈ കോർത്ത് നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ പോയി സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു വേവ് ലെങ്ത്. അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിൽ നമ്മൾ ആഗ്രഹിച്ചെന്നല്ലാതെ വേറെ ഒരു രീതിയിലും അദ്ദേഹത്തായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് എനിക്കൊരു ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ തോന്നുന്നു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 months ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാനും അദ്ദേഹം തമ്മിൽ ഒരുപാട് കാര്യത്തില് അതെ. പക്ഷെ അങ്ങനെയുള്ള എന്താ പറയുന്ന ഇംഗ്ലീഷിൽ പറയത്തില്ലേ, 2 പോൾ തമ്മില് നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്യുന്ന പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ പോകുന്നു. അദ്ദേഹം എന്നെ കുട്ടാന്ന് വിളിക്കും, യെസ് മോനെന്ന് ഞാനും തിരിച്ചു വിളിക്കും. അല്ലാതെ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ പ്രണയോ കാര്യങ്ങളോ ഒന്നും കേൾക്കണം. വീട്ടിൽ വന്ന് എല്ലാരും ചെയ്യും, മാഡത്തിന് എന്തോ സ്നേഹത്തിനാ സാറ് കുട്ടാന്ന് വിളിക്കുന്നത്. ഞാൻ പറയാം അത് നല്ല മീൻകറി ഉച്ചയ്ക്ക് കിട്ടുന്നുണ്ട്, അതിന് വേണ്ടിട്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പം എപ്പോഴെങ്കിലും ആ ഒരു മിസ്സിങ് വന്നിട്ടുണ്ടോ? സിനിമ മിസ് ചെയ്യുന്നതോ? സിനിമ ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. സിനിമ എനിക്ക് ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം എനിക്ക് അന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ ഇപ്പൊ തന്നെ കുട്ടേട്ടൻ അഭിനയിച്ചു, ഇപ്പൊ കുട്ടേട്ടന്റെ ഒരു സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ കുട്ടേട്ടനിലെ ജയ വീണ്ടും മമ്മൂട്ടിയെ അല്ലെങ്കിൽ ഈ പറയുന്ന മമ്മൂട്ടി സാറിനെ കാണുന്ന പോലെയോ അങ്ങനെയൊക്കെ പഴയ അങ്ങനെയൊക്കെ ചുമ്മാ ഞാൻ വീട്ടിലിരുന്ന് വേറെ പണിയൊന്നുമില്ല ആലോചിക്കാമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും അങ്ങനെയൊക്കെ ഒരു സിനിമ എടുത്തിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷേ നമുക്കതിനുള്ള വിധിയില്ല, അങ്ങനെയൊക്കെ വീണ്ടും അഭിനയിക്കാനുള്ള വിധിയില്ല. ഇനി വിധി ഉണ്ടെങ്കിൽ ലേറ്റർ ഓൺ നമ്മൾ അഭിനയിക്കും. ഇതില് മമ്മൂക്കയുടെ കൂടെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ ഒരു വിഷുക്കൈനീട്ടം 500 രൂപ മമ്മൂക്ക. ലാലേട്ടന്റെ അടുത്ത്, മമ്മൂക്കയുടെ അടുത്തല്ല, അന്ന് ഐനസ് അബ്ദുള്ളയുടെ അടുത്ത് ആ ലൊക്കേഷനിൽ വെച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.
അവിടെ വെച്ചാ ഞാൻ ചോദിച്ചത്. ആണല്ലേ? ചോദിച്ചു വാങ്ങിച്ചു വിഷുക്കൈ നീട്ടും. ഞാൻ മമ്മൂക്കിയായിരിക്കും. അതെ, ലാലേട്ടന്റെ അടുത്ത്. എന്നിട്ട് ആ വിഷുക്കൈ നീട്ട് അപ്പഴേ ചെലവാക്കി തീർത്തോ? ചെലവാക്കിയില്ല, അത് ഞാൻ വെച്ചിരുന്നു, കുറച്ച് നാള് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെലവാക്കിന്ന് തോന്നുന്നു. ഞാൻ അതിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ല. അതെ. പിന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറണമൊക്കെ, ഹോണ്ട മറ്റേ എന്താണ് കോണ്ടോസയിൽ കയറണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആന്റണി ചേട്ടന്റെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ അതിനകത്ത് കയറി. ചുമ്മാ ഡയലോഗ് പഠിച്ചു, വേറെ ഒന്നല്ല. ഇദ്ദേഹം എന്റെ ഹസ്ബൻഡിന്റെ ഫാദറിന് കോണ്ടോസ ഉണ്ടായിരുന്നു. അപ്പൊ ആ കോണ്ടോസയുടെ ഓർമ്മയിലാണ് ലാലേട്ടന്റെ കയ്യിലെ കോണ്ടോസ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അതിലൊന്ന് കയറൂട്ടാന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ അങ്ങനെ ഒരു പെണ്ണുങ്ങളെ ഇതിനകത്ത് വണ്ടിക്കകത്തൊന്നും കയറ്റത്തൊന്നുമില്ല, അതൊന്നും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എമൗണ്ട് മേടിക്കാനൊരു റൂമിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പൈസ എല്ലാം സെറ്റിലല്ലേ സുമ, എല്ലാം ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ ആണ് ലാലേട്ടാ, ഒരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് കൊണ്ടുപോയി സ്റ്റേഷൻ വരെ വിടണം വണ്ടിയിൽ, എന്നുവെച്ചാൽ കന്യാകുമാരിന്ന് ട്രിവാൻഡ്രം വരെ. അപ്പം അതെന്താ, ഞാൻ ആന്റണിയോട് പറയാമല്ലോ, ആന്റണി വണ്ടി എടുത്തൊന്ന് സുമയും മമ്മിയും കൊണ്ടുവന്ന് വിട്ടേക്കോ എന്ന് പറഞ്ഞു. വണ്ടി കയറിയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്, ഞാൻ കയറിയല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു ആന്റണി ചേട്ടൻ? ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ചുമ്മാ എന്റെ സിസ്റ്റർ താമസിക്കുന്ന അവിടെയാണ് ആൻചേട്ടൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ കണ്ടപ്പോ ആൻചേട്ടൻ പറഞ്ഞു, ആൻചേട്ടാ ഇതൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട, പിന്നെ ഇതൊക്കെ വർഷങ്ങളായില്ലേ, സുഖമായിട്ടിരിക്കുന്നു. അതാണ് ലാലേട്ടന്റെ കോണ്ടസയിൽ കയറി ഒരു കഥ കേട്ടത്. അത് കോണ്ടസ എന്ന് പറഞ്ഞാൽ അത് എന്റെ ഹസ്ബൻഡിന്റെ ഫാദറിനും ഉണ്ടായിരുന്നതാണ് കോണ്ടസ അന്നത്തെ കാലത്ത്. അതെ. അന്നത്തെ കാലത്ത് ഈ കോണ്ടസയിൽ ഇങ്ങനെ കൈവച്ചിട്ട് വരുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും, അയ്യോ നല്ല വണ്ടിയാണ്, എന്തെങ്കിലും ഒരു ദിവസം കോണ്ടസ. പക്ഷെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇത്തരം വണ്ടി വരും നമ്മുടെ മൈൻഡിലൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ നമ്മുടെ ബേബീസ് പറയുമല്ലോ വണ്ടികളുടെ പേര്. അയ്യോ, അവർക്ക് 3.5 വയസ്സായെങ്കിൽ എല്ലാ വണ്ടികളും ഫെറാറി മമ്മ മാറ്റത്, മൂത്ത ആള് വന്നിട്ട് റേഞ്ച് റോവർ, മറ്റേതിൽ എ ഓവർ അത് ഫുൾ പറയാൻ അറിയില്ലെങ്കിലും അത്, പിന്നെ ലംബോഗിനി. അവരുടെ മക്കൾക്ക് ഈ വണ്ടിയൊക്കെ അറിയാം, ചിഹ്നങ്ങളെല്ലാം അറിയാം. ഇതെങ്ങനെയാ ഈ പിള്ളേരെന്ന് വെച്ചാൽ ഈ മൊബൈൽ കാണുകയില്ലേ, എല്ലാ കാറിന്റെയും പേര് അറിയാം. പക്ഷെ നമ്മുടെയൊക്കെ മൈൻഡിൽ ആ ഒരു കോണ്ടസ് അല്ലാതെ വേറൊരു ചിന്ത പോലും ഇല്ല. പക്ഷെ വളരെ സ്മാർട്ടായിരുന്നു അപ്പൊ ചേച്ചി, അതുകൊണ്ടാണ് ആഗ്രഹിച്ചതെല്ലാം അങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുള്ള ആഗ്രഹം കിടക്കുന്നത്. ഇതിപ്പോ നവംബർ 1 ഈ ഇന്റർവ്യൂ, നവംബർ ലാസ്റ്റിന് മുന്നേ എനിക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇന്റർവ്യൂവിന് വരേണ്ടി വരും. എന്താണത്? അതൊരു സർപ്രൈസാ. ഉണ്ടോ? ഈ മാസം തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തോ ഒരു വലിയൊരു സർപ്രൈസ് വരാനുണ്ട്, ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ നിക്കട്ടെ, ഒരു മാസം കാത്തിരുന്നാ പോരെ. അത് കാത്തിരിക്കാം. ഓക്കെ, അങ്ങനെ ചേച്ചി ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെ കൂടി ലൈഫിലേക്ക് എൻട്രി ചെയ്തു. ഒരാഴ്ചയും കൊണ്ട് നിങ്ങൾ തമ്മിൽ നിനക്ക് ഞാൻ ചേരൂല, നിനക്ക് ഞാനും ചേരില്ല എന്നുള്ളൊരു ആ ഒരു വേവ് ലെങ്തിലെത്തി അല്ലെ? അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ ടച്ച് ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് അങ്ങനെ 14 വർഷമായിട്ട് ഞങ്ങൾ പോകുന്നു. അത് ഞങ്ങള് സത്യം ഞാൻ പറയാലോ, ബിക്കോസ് ഞങ്ങൾ തമ്മിൽ ഒരു വേവ് ലെങ്ത് ഇല്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ ഇത്രയും നാളും പോകുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വിട്ടിരിക്കുന്നു, ഞാൻ എന്റെ കാര്യത്തിൽ ഞാനും വീട്ടിൽ. പക്ഷെ അദ്ദേഹത്തിനെ ഞാൻ ശല്യപ്പെടുത്താറില്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു ദിവസം പോലും ഞാൻ ഉള്ള കാര്യം പറയാതെ ഇന്ന് വരെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ പെട്ടിയും എൻ്റെ അൽമാരിയായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു രാത്രി എൻ്റെ വീട്ടിൽ പോയി ഉറങ്ങിയിട്ടില്ല. ഒരു രാത്രി, ഈ 14 വർഷത്തിൽ ഒരു രാത്രി എൻ്റെ ഹസ്ബൻഡിനെ വിട്ടിട്ട് ഞാൻ പോയി ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പം ഹസ്ബൻഡ് വീട്ടിൽ ഇപ്പം ഇവിടെ ഇല്ല, അദ്ദേഹം ബിസിനസ് ടൂറായിട്ട് പോയിരിക്കുകയാണ്. അപ്പം അതിന് ഇപ്പോൾ ഒരു 6 മാസമായി പുള്ളി പോയിട്ട് ഒരു ഹോട്ടൽ സെയിലിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഈ 6 മാസമായിട്ട് എൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. എൻ്റെ മക്കളായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ എന്ന് വരുന്നോ അന്ന് നമ്മൾ ഒരുമിച്ച് പോയി, ഞാനൊരു വീട് ഫ്ലാറ്റ് മമ്മിക്ക് വാങ്ങിച്ചെങ്കിലും ആ വീട്ടിൽ പോയി എൻ്റെ റൂമിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും അമ്മയുടെ കൂടെ പോയി നിന്നിട്ടില്ല. അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നല്ലാതെ ഞാൻ അവിടെ പോയി നിൽക്കാറില്ല. എനിക്ക് അതിന്റെ വിഷമമുണ്ട്, ബിക്കോസ് എൻ്റെ മോള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇവിടെ എന്നുള്ളത്. ഇതിനിടയിൽ ഞാൻ ചേച്ചിയുടെ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹത്തിനും ചേച്ചി പറഞ്ഞതായിട്ട് ഇങ്ങനെ കണ്ടു, അദ്ദേഹം ഭയങ്കര അധികം ആൽക്കഹോളിക് ആണ്, ആ ഒരു വിഷമം ചേച്ചിക്കുണ്ട് എന്നുള്ളൊരു കാര്യം. സ്റ്റിൽ ചേച്ചി, അപ്പം ചേച്ചി അതാണ്, എന്ത് ലൈഫിൽ വന്നാലും നമ്മൾ ആഗ്രഹിച്ചതായിക്കോട്ടെ ആഗ്രഹിക്കാതെ ആണല്ലോ ലൈഫിൽ പലതും വന്നു കഴിഞ്ഞാൽ അതിനെ ചേച്ചി എടുക്കുന്ന ഒരു രീതി. ഇപ്പം തന്നെ ചേച്ചി ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആവാമായിരുന്നു, പക്ഷെ ചേച്ചി അത് ചെയ്തില്ല. ചേച്ചി പറയുന്നു, ഇപ്പോൾ ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ പോലും പോയി നിന്നിട്ടില്ല. നിൽക്കാമായിരുന്നു, പക്ഷെ എന്നിട്ടും അവിടെ ഒരു ട്രൂ ലവ് എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ബോണ്ടിങ് നിങ്ങളെ ലോക്ക് ചെയ്യുന്നുണ്ട്. അതാണ് സത്യം ഞാൻ പറയാം. ഞാൻ അദ്ദേഹം ചില ദിവസം ഇങ്ങനെ കുടിച്ചിട്ട് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് എടുത്ത് വീടിന് പുറത്തേക്ക് പോയിട്ട് എൻ്റെ പെട്ടിയും കൊണ്ട് അങ്ങ് പോകാനേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പ്രശ്നമാവും.
എൻ്റെ ജീവിതം കുറച്ച് നാളത്തേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പ്രശ്നമാവും. പക്ഷെ അതല്ല ഞാൻ ആഗ്രഹിച്ച ലൈഫ്, അതല്ല ഞാൻ ആഗ്രഹിച്ച നല്ലൊരു ജീവിതം. ഒരു വിവാഹം, 5-6 വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. വിവാഹം ഒന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുക, മൂന്നാമത്. ഇപ്പൊ എൻ്റെ അടുത്ത് പറയും നീ പോയിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചോ. ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാൻ ഞാൻ ആരും പോകത്തില്ല. ബിക്കോസ് കല്യാണം എന്താണെന്ന് മനസ്സിലായില്ല. ഇനി എന്തിനാ കല്യാണം? ലിവിങ് ടുഗദറും വേണ്ട, ചുമ്മാ ഹായ് പറഞ്ഞ് നടക്കാം, അത് വേറെ. പക്ഷെ അത് എത്ര നാൾ നടക്കും? അതല്ല. പക്ഷെ ഫാമിലി ആയിട്ട് നമ്മൾ കല്യാണം കഴിച്ചു, ഒരു ഫാമിലിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനും അത് മനസ്സിലാകാനായിട്ട് എന്തുകൊണ്ടാണ് അറിയത്തില്ല. എന്തായാലും ആ കുടിയാണ് പ്രശ്നം. അത് കുടി കൺട്രോൾ ആയാൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഞാൻ മദ്യം കുറച്ച് കഴിച്ച് ജീവിക്കും എന്നുള്ളതൊരു വാശിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, കഴിച്ച് ജീവിച്ചോളൂ, ഞാൻ മക്കളായിട്ട് ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു, അങ്ങനെ പോകുന്നു. എല്ലാം നമുക്ക് എല്ലാം അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് അല്ലാതെ ഇപ്പൊ ഞാൻ ഡാൻസ് കളിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആയാൽ ആർക്കാ പ്രശ്നം വരുന്നത്? എനിക്ക് തന്നെ പ്രോബ്ലം വരത്തുള്ളൂ അല്ലേ? എൻ്റെ ശരീരം പോവും, എൻ്റെ മനസ്സ് പോവും. നാളെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക, സിനിമ കാണുക, റീൽസ് എടുക്കുക, നല്ല ഡ്രസ്സ് കൊടുക്കുക. ചേച്ചി ഇത്ര അധികം ഇങ്ങനെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ഇങ്ങനെ ലൈഫിനെ ഇങ്ങനെ ഒരു ആസ്പെക്റ്റിലൂടെ കാണാനായിട്ടും ലൈഫിൻ്റെ വേറൊരു ഫേസും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനും ഇത്ര ആക്റ്റീവ് ആക്കാനും ഒക്കെ ചേച്ചിക്ക് എന്നാൽ വലിയൊരു എന്താ പറയുക, ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ദെൻ വേറെ എന്തൊരു എനർജിയാണ് ചേച്ചിനെ ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് നിർത്തണേ? സത്യം, മാതാവാണ്. ദൈവമില്ലാതെ ഒന്നും പറ്റത്തില്ല. നല്ല ദൈവവിശ്വാസിയാണല്ലേ? നല്ല ദൈവവിശ്വാസിയാണ് ഞാൻ. എവിടെ പോയാലും എന്നല്ല, ഇപ്പം എൻ്റെ വീടിൻ്റെ അകത്തുള്ള പ്രാർത്ഥന റൂമിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഇരുന്ന് എല്ലാവരും പറയില്ല, അവിടെ ഇരുന്ന് നമ്മൾ കുറേ നേരം ദൈവത്തിന് അങ്ങനെ സംബന്ധം. ഞാൻ നടക്കുന്ന വഴിയൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഏത് സിറ്റുവേഷനിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ആ ഒരു ശക്തി കാരണം, വിശ്വാസം ശക്തി കാരണമാണ് പല കാര്യങ്ങളിലും പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എവിടെയോ ആയിപ്പോയി, എവിടെയോ തളർന്നു. കാരണം ഒറ്റയ്ക്ക് ചേച്ചി ഏതൊരു ഏജിൽ തുടങ്ങിയതാണ് ഈ ഒരു ഫൈറ്റിംഗ് അല്ലേ ലൈഫില്? ബാക്ക് ടു ബാക്ക് ഒരുപാട് ചേച്ചി വിചാരിക്കാത്ത പല പല കാരണങ്ങൾ ഫ്രം ദ ഡേ വൺ അല്ലേ, പുതിയതായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ചേച്ചി ഫേസ് ചെയ്യണു. പക്ഷെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വേറൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പം അവിടെയും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. പക്ഷെ നിൽക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ ഒരു 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 സ്പെഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഒരു ഫുൾ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഹാപ്പിനെസ് കണ്ടെത്തുകയാണ്. അവിടെ ഞാൻ തന്നെ കണ്ടെത്തുക. അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അത് എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ എത്രയോ പേര് ഡിപ്രഷനിലേക്ക് പോകുന്നു, എത്രയോ പേര് മനസ്സിന് ഒരു ഇത് കിട്ടാതെ, ശാന്തത കിട്ടാതെ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട്, ശക്തി ഇല്ലാണ്ട്, മെന്റൽ സ്ട്രെങ്ത് ഇല്ലാണ്ട് എത്രയോ പേര്. അല്ല ഇപ്പൊ ഹസ്ബൻഡ് ചില വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ ആലോചിക്കും, അയ്യോ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നെ മനസ്സിലായി. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോൺ വിളിച്ച് നമ്മുടെ സങ്കടങ്ങൾ കേട്ട്, അല്ലെങ്കിൽ നിനക്ക് ഓക്കെ ആണോ, അല്ല നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കേണ്ടതാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവിടെ ചോദിക്കാത്ത സ്ഥലത്ത് നമ്മൾ പല പെണ്ണുങ്ങളുടെയും പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവർ ഉടനെ അടുത്തൊരു ഇതിലേക്ക് മൂവ് ഓൺ ചെയ്ത് പോകും. നിങ്ങളുടെ ഇതിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കാമുവിന്റെ പുറകെ പോകും, അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിലേക്ക് പോകും. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു. നമുക്ക് നമ്മുടെ നിന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ തിങ്ക് ചെയ്യുന്ന വരില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറയും, നിങ്ങൾ ചിലപ്പോൾ വാക്കുകൊണ്ട് എന്നെ ഹേർട്ട് ചെയ്യാതിരിക്കാം, പക്ഷെ ഞാനത് ഒരു സെക്കൻഡ് ആ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് മൈൻഡിൽ നിന്ന് എടുത്ത് കളയും. അത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല. അത് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ മൂവ് ചെയ്യും. ഗ്രേറ്റ് ക്വാളിറ്റിയാണ് ചേച്ചി ശരിക്കും. അത് ഇത്രയും ഇങ്ങനെ ഒരു മൈൻഡിനെ അങ്ങനെ സ്ട്രോങ് ആക്കി നിർത്താൻ എത്ര പേർക്ക് പറ്റും? ഫിസിക്കൽ ഇമോഷൻ നമുക്ക് എല്ലാം വേണം. ഒരു വൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി വേണം. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റൂ. പക്ഷെ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പൊ നമുക്ക് ഇപ്പോൾ മാനസികമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, ശാരീരികമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പുറകെ നമുക്ക് പോകാനും പറ്റത്തില്ല. നമുക്ക് മക്കളുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അതല്ല നമുക്ക് ആവശ്യം. അപ്പം ആവശ്യം എൻ്റെ മക്കളുടെ കാര്യം. അപ്പം അവിടെ ഞാൻ സന്തോഷം, ഞാൻ മാത്രം ഹാപ്പി ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ബിക്കോസ് എൻ്റെ മദറോ എൻ്റെ സിസ്റ്റേഴ്സോ എൻ്റെ സിസ്റ്ററോ ബ്രദേഴ്സോ ആരും വിചാരിച്ചാൽ പറ്റും. ബിക്കോസ് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഫാമിലി ആയിപ്പോയി. അപ്പം അവരെ വിളിച്ചിട്ട് ഫുൾ ടൈം വിളിച്ച് അവർക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇപ്പൊ ഈ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ദൈവം കൂടെ ഉണ്ട്, നമുക്കൊപ്പം നോക്കാം എന്നുള്ള ഒരു മൈൻഡ് വെക്കുന്ന കാരണം മാത്രമാണ് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നത്. വെരി സ്ട്രോങ്.
വെരി സ്ട്രോങ്. ചേച്ചി അപ്പൊ റിട്രീറ്റ് ഒക്കെ ഞാൻ അങ്ങനെ പ്രാർത്ഥനയ്ക്കോ അങ്ങനെ നമുക്ക് ഇത് എന്താ പറയാ ധ്യാനത്തിനോ ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനമുണ്ട് അതിനൊന്നും ഞാൻ പോവാറില്ല, അങ്ങനെയൊന്നും പോവാറില്ല. പക്ഷെ ചേച്ചിയുടെ സ്പേസിൽ എന്റെ സ്പേസിൽ ഇരുന്നുകൊണ്ട് ഞാൻ മാതാവിനോട് സംസാരിക്കും. മാതാവ് എനിക്ക് ഉള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരും. ആ ഒരു സൈനിൽ എൻ്റെ ജീവിതം പോകുന്നു. സൈൻ, അതാണ് സൈൻ. ഗോഡ്, ദൈവം ഓരോ സൈൻ കാണിച്ചു തരുമെന്ന് പറയില്ലേ. ശരിക്കും അതൊരു വിശ്വാസിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം കാണിച്ചു തരുന്നത് വഴിയും ദൈവം നമ്മുടെ മുന്നിൽ തന്നെ വന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നും അത് ദൈവമായിരുന്നു എന്നുള്ളത്. അതൊരു വല്ലാത്തൊരു ഫീലും ഒരു റിയലൈസേഷനുമാണ്. അതൊരു വിശ്വാസിക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ ഇത്രയും ചേച്ചി ഇങ്ങനെ എന്താ പറയാ ഇരുന്ന് തന്നെയല്ല നടക്കുന്ന വഴി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഉള്ളൂ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ പല വിഷമങ്ങളും വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നീ ഇത് ചെയ്യേ എന്ന് ആരോ വഴി നമുക്ക് തോന്നിപ്പിക്കലാണല്ലേ. അതിലൂടെയാണ് ചേച്ചി ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. എന്തായാലും ഇങ്ങനെ നല്ല ശരിക്കും ബ്യൂട്ടിഫുൾ ചേച്ചി, വെരി സ്ട്രോങ് പേഴ്സൺ. പക്ഷെ ഇപ്പം അദ്ദേഹം ബിസിനസ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, അദ്ദേഹം സിനിമാ ലോകവുമായിട്ട് ഒരു ബന്ധമുള്ള ഒരാളല്ല. ചേച്ചി നേരെ ഇങ്ങനത്തെ ഒരു ഫെയിം ഈ സ്റ്റാർഡം ഇൻഡസ്ട്രിയിൽ നിന്നും വന്ന ഒരാള്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അതൊരു വല്ലാത്തൊരു കോൺട്രഡിക്ഷൻ ആയിരുന്നോ? ഒരു പക്ഷേ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ താമസിക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു ആക്ടർ താമസിക്കുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് വാക്കിങ്ങിന് എല്ലാ ദിവസവും പോകും. അദ്ദേഹത്തിന്റെ സിസ്റ്ററായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആണെങ്കിൽ പോലും അദ്ദേഹത്തിനെ കാണുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കാണിക്കും, ഹായ് കാണിക്കും. സെക്കൻഡ് ടൈം ഞാൻ കൊണ്ടുപോയി ചായ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഹായ് കാണിക്കും. പിന്നെ ഞാൻ നേരെ അകത്തേക്ക് വരും. അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ ഹായ് കാണിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കാം. അദ്ദേഹം ഫ്രണ്ട്ലി അല്ല, ഹി ഹാസ് എ ബൗണ്ടറി. He always keeps a boundary. ഞാൻ നിങ്ങളോട് ഹായ് കാണിക്കും, നിങ്ങൾ എനിക്ക് ഹായ് കാണിക്കുക. ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എനി ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹത്തിന് ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഫ്രണ്ട്സായിട്ട് പോയി സംസാരിക്കും. അല്ലെങ്കിൽ ആണെങ്കിലും നമ്മളെയൊക്കെ അതിലേക്ക് കൊണ്ടുപോകാറില്ല. സോ അതുകൊണ്ട് ഞാൻ ആ നടനെ കണ്ടാലും ഞാൻ ഹായ് എന്ന് കാണിക്കുന്നല്ലാതെ വലിയ ഇതില്ല. അതെ. ബിക്കോസ് അദ്ദേഹം ഇനി ഹായ് പറഞ്ഞ് നാളെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അദ്ദേഹം വന്നാലോ എന്നുള്ള അദ്ദേഹത്തിന്റെ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇഫ് ഹി വാണ്ട്സ് എ ബൗണ്ടറി, ലെറ്റ് ഹിം കീപ്. അദ്ദേഹത്തിന് അപ്പൊ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ആണ് ചേച്ചി ഒരിക്കലും ഇനി സിനിമ ചെയ്യരുതെന്നോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമ ചെയ്യണേ ചെയ്തോ, നിന്റെ ഇഷ്ടം എന്ന് പറയും. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാതിരിക്കുമ്പോ ഇങ്ങനെ TV-യിൽ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ലളിതേ ഞാൻ എന്ന് പറയും, ആ എന്ന് പറയും. അപ്പം അത് പറയുമ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല. ഇപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇച്ചാക്ക മമ്മൂട്ടി സാറിന് ആര് കണ്ടാലും ഓടിച്ചെന്ന് സംസാരിച്ചൊരു ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ നമ്മുടെ മുകളിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ കഴിക്കാതിരിക്കും. അപ്പം ലിഫ്റ്റിൽ നിന്ന് ജസ്റ്റ് കയറി വരുന്നു, ബാക്ക് സൈഡിൽ നമ്മുടെ നമ്മുടെ PA ജോർജേട്ടൻ. യെസ്, ജോർജേട്ടൻ വന്നിട്ട് ബാക്കിൽ നിന്ന് പറയുന്നത് സുമ നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സ്പീഡിൽ വരുന്ന മമ്മൂട്ടി സാർ എന്ത് ചെയ്തു, അവിടെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഞാൻ ചക്ക സുഖമായിട്ടിരിക്കുന്നു കുറച്ച് നേരം സംസാരിക്കും. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, ഞാൻ പറഞ്ഞ ഇത് ഹസ്ബൻഡാണ്, വാ ലല്ലു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയെ നോക്കിയിട്ട് സാറിനെ നോക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി സാറിന് ഏകദേശം മനസ്സിലായി അദ്ദേഹം കുറച്ച് റിസർവ്ഡ് ആണ്. അല്ലെങ്കിൽ ഫുഡിന്റെ അടുത്ത് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന എന്താ, ഫുഡിന്റെ അടുത്ത് ആരെ കണ്ടാലും എണീക്കേണ്ടാന്ന്. അപ്പം അതുകൊണ്ടായിരിക്കണം, നോ പ്രോബ്ലം എന്ന് വന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് മക്കളൊക്കെ ആയോ എന്ന് ചോദിച്ചു. ഇല്ല, ആയിട്ടില്ല, ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞു. വേഗം ആകട്ടെ എന്ന് പറഞ്ഞു. എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഈജിപ്തിൽ പോവാണ്. നീ ഈജിപ്തിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല ജോർദാനിൽ പോവാണ് എന്ന് പറഞ്ഞു. ജോർദാനിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടെങ്കിലും ബാക്കി ചില ആൾക്കാരാണെങ്കിൽ എണീറ്റ് അപ്പം തന്നെ ആന്ന് പറഞ്ഞ് ഓടി വരും. അങ്ങനെ ആ ഒരു വ്യക്തി അങ്ങനെയല്ല, അതാണ് ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, യോ ഇത്രയും കണ്ടിട്ട് എന്താണ് അന്ന് മിണ്ടാത്ത? ഞാൻ ഭക്ഷണം കഴിക്കില്ലായിരുന്നോ, ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വന്നിട്ട്. അങ്ങനെ പുള്ളി ടോട്ടലി അങ്ങനെ ഒരു സ്ലോ ടൈപ്പാണ്. അങ്ങനെ നമ്മൾ ആരെ കണ്ടാലും ഓടിപ്പോയി സംസാരിക്കാനോ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ ആണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വീക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഞാൻ വേഗം മമ്മിക്ക് വിളിച്ചു പറഞ്ഞു, മമ്മി എൻ്റെ അൽമാരിയെ ഞാൻ ഇറക്കണം, പെട്ടി ഓർഡർ ചെയ്തിട്ട് വാ മമ്മി. നീ എന്തായി പറയണം, ഒരാഴ്ചയിൽ നീ ഇറങ്ങണം. ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന ഇല്ലയോ എന്ന് ചോദിച്ചു. നീ കുറച്ച് നിന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആലോചിക്കാൻ ഒന്നുമില്ല മമ്മി, ഞാൻ അദ്ദേഹം തമ്മിൽ ചേരത്തില്ല, നിങ്ങൾ പെട്ടി ഓർഡർ ചെയ്തിട്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് എൻ്റെ ഇളയ ബ്രദറിന് ബോണിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. മോഡിയും മമ്മിയും കൂടെ ഗേറ്റിലേക്ക് വന്നില്ല, അവർ ഫ്രണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിട്ട്
2-3 പ്രാവശ്യം ഫോൺ ചെയ്ത് ചോദിച്ചു എന്താണ് മനസ്സ് മാറിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എൻ്റെ അടുത്ത് കുഴപ്പമില്ലാതെ സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഫൈറ്റാണ് എൻ്റെ മൈൻഡ് അത് ഡിസ്റ്റർബ്ഡ് ആയത്. പിന്നെ അങ്ങോട്ട് ഫൈറ്റ് വന്ന് ഇപ്പൊ ഫൈറ്റ് വന്നാലോ ഇപ്പൊ യൂസ്ഡ് ടു ആയി. ഇപ്പൊ ഫൈറ്റ് വന്നില്ലെങ്കിൽ അങ്ങനെ പ്രശ്നം. ഇപ്പൊ ഫൈറ്റ് വന്നില്ലെങ്കിലേ ഇപ്പൊ ഞാൻ പറയും ഫൈറ്റാ, ഓ ഇത് ഇത്രയേ ഉള്ള ഫൈറ്റ്, ഇത് പോരാ. അത് എന്തുകൊണ്ട് ഫൈറ്റ് വരുന്നില്ല? ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം മദ്യപിക്കുന്ന വ്യക്തിയാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് പ്രഷർ ചെയ്തു, നിന്റെ വൈഫ് അങ്ങനെയാണ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ എന്താ, സത്യമാണ് ഇല്ലേ. ഐ എം ഫ്രസ്ട്രേറ്റഡ് ടു ലിക്കർ. നിങ്ങൾ കുടിക്കുന്നതാണ് എൻ്റെ പ്രശ്നം. അത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വിചാരിച്ചാൽ അദ്ദേഹം കുറച്ച് കൂടുതലായി. അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറയും ഇന്റർവ്യൂവിലല്ല, ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അവനവൻ നന്നാകാം. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സോ ബെറ്റർ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മാറാൻ പോണില്ല, ഞാനും എൻ്റേത് മാറ്റാൻ പോണില്ല. അപ്പൊ നമ്മൾ തമ്മിൽ ഹാപ്പി ആയിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിരിയുക. അപ്പൊ അത് പറ്റത്തില്ല. നമ്മൾ വേണ്ട, പിരിയണ്ട, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടം. പക്ഷെ എന്ന് വെച്ചാൽ വഴക്കൊന്നുമില്ല. എല്ലാ ദിവസവും വിളിക്കും, എന്ത് ചെയ്യുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു ഒക്കെ ചോദിക്കും, കാര്യങ്ങൾ പറയും. പിന്നെ ബിസിനസ് ആവശ്യത്തിന് പോയാൽ ആൾക്കാർ വിചാരിക്കും ഒരു 5-6 മാസമായിട്ട് ഞങ്ങൾ മറ്റേത് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ കൈക്ക് കോർത്ത് ഇങ്ങനെ ടൈറ്റാനിക്കിൽ നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനത്തെ ഫോട്ടോസ് ഇപ്പൊ 6 മാസം കാണാതായപ്പോഴത്തേക്ക് ടൈറ്റാനിക്കില് റോസും ജാക്കും അല്ലാതെ തന്നെയും ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അവിടെ ടൈറ്റാനിക് ആണ് ഫോട്ടോ വന്നു കഴിഞ്ഞാൽ. അത് അദ്ദേഹം ഇപ്പൊ എല്ലാം പോട്ടെ, ബിസിനസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് നെക്സ്റ്റ് ഫോട്ടോ ഇങ്ങനെ നിന്ന് 2 കുട്ടികളെ നിന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ അതിനിടയിൽ നടക്കുന്നത്. അത് കൊള്ളാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്ത് പറഞ്ഞപ്പോ നീ എന്റെ പേര് മോശമാക്കി, അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു, നീ എന്റെ പേര് വളരെ മോശമാക്കി കഴിഞ്ഞ ഇന്റർവ്യൂല്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അടുത്ത ഇന്റർവ്യൂ വന്നതിന് ശേഷം ഞാൻ അത് പറഞ്ഞു തിരുത്തിക്കോളാം. നീ എന്ത് പറഞ്ഞ് തിരുത്തിയാലും അത് പോകത്തില്ല. എനിക്ക് ഒരു മോശപ്പേര് വന്നു, എന്റെ ഫാമിലിക്ക് ഒരു മോശപ്പേര്. ഞാൻ ഒരു ഫാമിലിക്ക് മോശപ്പേരില്ല, നിങ്ങൾക്ക് മോശപ്പേര്. എന്തുകൊണ്ടാ നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. എവിടെ നന്നാവാൻ അടുത്ത ഇന്റർവ്യൂല് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി അത് കേട്ടിട്ടാണ് നിങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ നിങ്ങളെ ചവിട്ടണമെങ്കിൽ എന്നെ വേണമെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത ചോദ്യം വിളി, ഞാൻ നിന്നെ ഉപേക്ഷിച്ച നീ എവിടെ പോയി നിൽക്കുമെന്ന്. അപ്പൊ അടുത്ത ആഴ്ച പുള്ളി വന്നു കഴിഞ്ഞാല് ഞങ്ങൾ വീണ്ടും അടുത്ത ഫോട്ടോ ഇടും ടൈറ്റാനിക്കിൽ നിൽക്കുന്ന പോലെ. വി ആർ ഹാപ്പി. അപ്പൊ ഒരു ലേഡി ട്രിവാൻഡ്രത്തുണ്ട്, അവര് എന്നെ വിളിച്ചിട്ട്, സുമ ഞങ്ങൾ കുറേ നാളായി കുട്ടിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട്, കുട്ടി ഹസ്ബൻഡിൻ്റെയും കണ്ണ് ആൾക്കാർ വെച്ചോട്ടോ, ഒരുപാട് പേര് കണ്ണ് വെച്ച്, നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് കണ്ണ് വെച്ചോ, അതുകൊണ്ട് ഒരുപാട് ഫോട്ടോ ഇടല്ലേ ഏട്ടാ, ദയവ് ചെയ്ത് ഫോട്ടോസ് ഒന്ന് കുറയ്ക്കണം. അങ്ങനെ ഞാൻ പറയാം, എൻ്റെ പൊന്ന് ചേച്ചി കണ്ണ് വെച്ചാലും വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകും. ഞാൻ പറയാം അടുത്ത ആഴ്ച പുള്ളി വരും, ഇപ്പൊ ഫോട്ടോസ് ഇടുന്നുണ്ട്. അതെയോ വരുന്നുണ്ടോ, അപ്പൊ നിങ്ങൾ പ്രശ്നമില്ലേ? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല. എന്തൊക്കെയാ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ, അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ. ഫോട്ടോസ് ഇടാത്തത് അദ്ദേഹം ബിസിനസ് ട്രിപ്പ് പോയിരിക്കുക, അതുകൊണ്ട് ഫോട്ടോസ് ഇടാൻ പറ്റാത്തത്. അതും വെച്ച് അറിയാനായിട്ട് ഓരോ ആൾക്കാർ ഓരോന്നും കൊണ്ട്. ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള യൂട്യൂബ് ചാനലിൽ ഒന്നും കാണുന്നില്ല. സുമിയുടെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ കാണാം, ഫോട്ടോസ് ഞങ്ങളെല്ലാം കാണാറുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുന്ന കേട്ടിരുന്നു. അപ്പൊ ഇപ്പൊ ഒന്ന് യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നത്, ഞാൻ പറയാം അദ്ദേഹത്തിന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും, അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ മക്കളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇടുന്നു, അത് ജസ്റ്റ് നിങ്ങളും കാണുന്നു. അപ്പൊ ഒരു ലേഡി വിളിച്ച് എന്നെ ചോദിച്ചു തന്നെ. ഓക്കെ, അദ്ദേഹം അപ്പം ചേച്ചിയുടെ നേരത്തെ മൂവീസ് ഒക്കെ കാണുക, ഇപ്പൊ വരുന്ന ഇന്റർവ്യൂസ് കാണുക, ഇതെല്ലാം ചെയ്യാറുണ്ടോ? അപ്പോ അങ്ങനെയൊന്നും കാണാറൊന്നുമില്ല. ഇപ്പൊ തന്നെ യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടെങ്കിലും അത് ഞാൻ അയച്ചു കൊടുക്കും. ലല്ലു ദേ ഇങ്ങനൊരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം കാണണം. എനിക്ക് നല്ല സമയമില്ല സുമി എന്ന് പറയും. അദ്ദേഹം കാണണ്ടാവും, പക്ഷെ എന്റെ അടുത്ത് പറയില്ല. ഞാനതൊന്നും കാണുന്നില്ല. പിള്ളേരുടെ ഫേസ്ബുക്കിലെ ഫോട്ടോസ് കാണും. പിള്ളേർക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോസ് കാണുന്ന ഇഷ്ടമാണ്, അല്ലാതെ യൂട്യൂബ് കാണാനുള്ള സമയം അതുകൊണ്ടാണ്. അപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചേച്ചിനെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യും, ചേച്ചിന്റെ അടുത്തേക്ക് ഓടി വരും, ഫോട്ടോസ് എടുക്കാൻ വരും. ഇതൊക്കെ കാണുമ്പോ അദ്ദേഹത്തിന്റെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാ? അദ്ദേഹം നോക്കിട്ട് പോകണം, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഫോട്ടോ എടുക്കോ കൊടുക്കോ
എന്തെങ്കിലും ചെയ്തോന്നാണ്. ഇപ്പൊ പിള്ളേര് രസമല്ലേ, ഇപ്പൊ യൂട്യൂബിൽ ഞാനിങ്ങനെ പിടിച്ച ഫോട്ടോ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പിള്ളേർ കയറി മമ്മ ക്യാമറ, മമ്മ ക്യാമറ, എന്താണ് ഗുഡ് മോർണിംഗ് അത് പറഞ്ഞില്ലല്ലോ മമ്മ. ഞാൻ പറയാം മക്കളെ, ഇത് അതിന് പറ്റിയ ഡ്രസ്സല്ല മമ്മ, കുറച്ചും കൂടെ നൈസ് ഡ്രസ്സിൽ പോവാ. മമ്മ ചർച്ച് മീൻസ് നോർമൽ ഡ്രസ് ആണെങ്കിൽ ചേർച്ച് ആണ്. ലിപ്സ്റ്റിക് ഇട്ടെങ്കിൽ മമ്മ ലിപ്സ്റ്റിക് ഇട്ട, അപ്പൊ ലിപ്സ്റ്റിക് ഇടുന്ന ദിവസമാണെങ്കിൽ പറയും മമ്മ ലുലുമോൾ. ഓ ഞാൻ പറയും യെസ് ലുലുമോൾ.